ഹായ് ഹലോ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അനിയുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്. അനിയുടെ വിവാഹത്തോടുകൂടി അനാമികയാണോ നന്ദുവിനെയാണോ അനി സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തായാലും അനിയുടെ വിവാഹത്തിൻ്റെ മുന്നോടിയായിട്ട് വലിയ വലിയ പൊട്ടിത്തെറികൾ തന്നെയാണ് അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രശ്നങ്ങൾ രൂക്ഷമായി വരുന്നതിനൊപ്പം തന്നെ നയനയും നവ്യയും അടിച്ചു പുറത്താക്കാനായിട്ടുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഇന്ന് അനിയുടെ ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് ഒരു പരിഹാര വിവാഹം തന്നെയാണ്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എന്തിനായിരിക്കും, അല്ലെങ്കിൽ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വലിയ പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുത്തശ്ശി നടന്ന സംഭവങ്ങളൊക്കെ, പൂജാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ, പണ്ഡിതൻ പറഞ്ഞ അതുപോലെ തന്നെ നയനയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഈ ഒരു സമയത്ത് ഇതിനെന്തെങ്കിലും പരിഹാരം ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഒരു പെൺകുട്ടിയെ അത്രത്തോളം ആശിപ്പിച്ചിട്ട് ആ ഒരു വിവാഹ സമയത്ത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം വേദനയായിരിക്കും അനാമികയ്ക്ക് ഉണ്ടാവുക. അതുകൊണ്ട് അത് ഒരിക്കലും വേണ്ട മുത്തശ്ശി. അത് മാത്രമല്ല, ഇത് മുത്തശ്ശനെയോ വേറെ ആരെയും അറിയിക്കേണ്ട കാര്യവുമില്ല. നമുക്ക് എന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാം. ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോകുന്നുണ്ട്. ആ സമയത്ത് പൂജാരിയോട് ചോദിച്ചിട്ട് പരിഹാരം എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്ന് പറഞ്ഞിട്ട് അനാമികയും കനയും കൂടി അമ്പലത്തിൽ പോയി പൂജാരിയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പൂജാരി പറഞ്ഞത് വാഴക്കല്യാണം നടത്താം. വാഴക്കല്യാണം നടത്തി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. ആദ്യത്തെ വിവാഹം നിലനിൽക്കത്തില്ല, രണ്ടാമത്തെ വിവാഹം നിലനിൽക്കും എന്നല്ലേ അവിടെ പണ്ഡിതൻ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ വിവാഹത്തിന് പകരം നമുക്കൊരു വാഴക്കല്യാണം നടത്തി കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് നനയോട് പറയുകയും, എന്നാൽ ഉടൻ തന്നെ ആ ഒരു വിവാഹം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പൂജാരിയോട് പറഞ്ഞു. തിരിച്ച് നയന അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മുത്തശ്ശിയോട് കാര്യങ്ങൾ പറയുകയും, അങ്ങനെ ഈ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും തയ്യാറായി. ഇങ്ങനെ ഒരു വാഴ വെട്ടി വാഴ കല്യാണത്തിന് വേണ്ടിയിട്ട് അനിയെ നല്ല കല്യാണ ചെക്കനായിട്ട് ഒരുക്കി കൊണ്ട് നിർത്തി. അവിടെ നമ്മുടെ ജാനകിയും നവ്യയും നയനയും പിന്നെ ദേവയാനിയും ജലജ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ ഇതും നയന കാരണമാണ്, നയനയുടെ കുടുംബം കാരണമാണ് ഈ ഒരു പ്രശ്നവും ഇപ്പോൾ ഇങ്ങനെ വന്നത്. അനി വാഴക്കല്യാണം വാഴക്കല്യാണം കഴിക്കാനായിട്ടുള്ള സാഹചര്യം വന്നതും നയനയും കുടുംബവും ചേർന്നിട്ടാണെന്നാണ് ജാനകി ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ നിർബന്ധിച്ച് അനി വാഴയ്ക്ക് വാഴ താലി കെട്ടി ഉടനെ തന്നെ വാഴയെ വെട്ടി മുറിച്ചിട്ടു. ആ ഒരു ദോഷം മാറ്റി കിട്ടി. എങ്കിൽ ഈ ഒരു സമയം തന്നെ ദേവയാനിയും ജലജയും കൂടി വരുമ്പോഴത്തേക്കും ദേവയാനി ജാനകിയോട് പറയുകയാണ്, ഈ ഒരു വാഴക്കല്യാണം നടത്തിയിട്ടും അനിയുടെ മുഖത്ത് ഒരു തെളിച്ചവും കാണുന്നില്ലല്ലോ, ഈ ഒരു പ്രശ്നം ഇപ്പോഴും വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുമ്പോഴും അവിടെ നയനയുടെയും നവിയുടെയും പേര് പറയാതെ തന്നെ അവരെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ജാനകി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും നയനയ്ക്ക് മനസ്സിലായി എന്തൊക്കെ ചെയ്തിട്ടും ഇളമയുടെ മനസ്സിൽ ആ ഒരു ദേഷ്യം മാറ്റാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. ഇളമയുടെ മനസ്സിൽ ഇപ്പോഴും അതിന്റെ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ നിലനിൽക്കുന്നല്ലോ എന്നുള്ളൊരു സങ്കടമാണ് ഇപ്പോഴും നയനയുടെ മനസ്സിൽ. ഈ സമയത്ത് ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ വിവാഹത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ അവിടെ വിവാഹത്തിന് തലേ ദിവസം എത്തണമെന്ന് മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ നിർബന്ധിച്ച് ഗോവിന്ദൻ അനന്തപുരിയിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ അവർ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്ന ടൈമിൽ തന്നെ ജാനകി പുറത്തുണ്ടായിരുന്നു. ജാനകി നന്ദുവിനെ കണ്ടുടനെ തന്നെ ഒരു കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയും, ഇപ്പോൾ നന്ദുവിന് വയസ്സ് 20 കഴിഞ്ഞില്ലേ, അപ്പോൾ നന്ദുവിന് വിവാഹമൊന്നും ആലോചിക്കുന്നില്ലേ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ജാനകി പറയുന്നത് കേട്ടിട്ട് നയനയും അങ്ങോട്ട് വന്നായിരുന്നു. അപ്പോൾ നന്ദു ഒരു ജോലിയൊക്കെ വാങ്ങിച്ച് ഒരു സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം വിവാഹം മതി എന്നാണ് പറയുന്നത്. എന്നാൽ ഇത്രയും വയസ്സായിട്ടും വിവാഹം ഇങ്ങനെ വെച്ച് നടക്കേണ്ട ആവശ്യം എന്താണ്? വിവാഹപ്രായമായി കഴിഞ്ഞാൽ വീട്ടുകാർ നല്ലൊരാളെ കൊണ്ട് കെട്ടിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങോട്ട് അകത്തോട്ട് പോയി. എന്നാൽ ജാനകിയുടെ ഈ ഒരു സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ നന്ദുവിനും സങ്കടം വന്നിട്ട് നന്ദു പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഞാൻ തലേദിവസം വരത്തില്ലായിരുന്നു, ഇപ്പോൾ എന്തായി എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുകയാണ്. എന്തായാലും അനാമിക എന്തൊക്കെയോ തെറ്റായിട്ടുള്ള രീതിയിൽ ഇളയമയോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇളയമ ഇപ്പം നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിവാഹം കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല, പിന്നെ നിനക്കും സമാധാനമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് നയന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക? ഈ ഒരു വിവാഹത്തിനോട് ഒരിക്കലും നന്ദുവിന് താല്പര്യമില്ല. എന്നാൽ തൻ്റെ ചേച്ചിമാരുടെ ജീവിതം സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അനിയോട് തനിക്ക് ഒരു ഇഷ്ടവും ഇല്ല എന്ന് നന്ദു തുറന്നു പറഞ്ഞത്. പക്ഷേ അനാമികയുടെ ചതി ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടുമില്ല. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.